ഹായ് എവരിവൺ. ദൈവമുണ്ട്, ദൈവത്തിന് വലിയൊരു ശക്തിയുണ്ട് എന്ന് ദൈവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പൊന്നുപ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങളും കണ്ടതാണ് ഈ പറയുന്ന റിനി പൊട്ടിച്ചിരിക്കുന്നത്. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടുകാരെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും കളിയാക്കി ചിരിക്കുന്ന റിണിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് പൊട്ടിക്കരയുകയാണ് റിനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം പൊന്നുപ്രേക്ഷകരെ, സുജയ പാർവതിയും രാഹുൽ മങ്കൂട്ടത്തിലിന്റെ വക്കീലും തമ്മിൽ തല്ലുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ വക്കീല് സുജയ പാർവതിയെ വലിച്ചെറിയുകയാണ്. ഒരു ഫോൺ സംഭാഷണമുണ്ട്, അതും ഞാൻ പ്ലേ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഈ പറയുന്ന റിനി പറയുന്നത് നമുക്ക് കേൾക്കാം, അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയും എന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ വന്ന പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഓ ആണോ? അതായത് റിനി പറയുന്നത് വീടിന്റെ മുമ്പാകത്ത് യുവാക്കൾ വന്ന് തെറി വിളിക്കുകയാണ്, കല്ലെറിയാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പറയുന്ന റിനി പറയുന്നത്. റിനി, ഈ കാര്യങ്ങളൊക്കെ രാഹുൽ മങ്കൂട്ടത്തിനെ ഈ നിലക്ക് എത്തിച്ചത് നീയല്ലേ റിനി? നീയല്ലേ ഇല്ലാത്ത ആരോപണം പറഞ്ഞത് റിനി? നിനക്കിതൊക്കെ സംഭവിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതം റിനി. ഓക്കെ, റിനി പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവനേതാവിന്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം റിനി. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. അതായത് കാണുന്നവർക്ക് എല്ലാവർക്കും രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നാണെന്ന് മനസ്സിലായി. എന്തിനാണ് നിനക്കെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലല്ലേ റിനി നീ പോവേണ്ടത്? നീ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കലക്കിയത്? അതിൻ്റെ അർത്ഥം രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യം. നിനക്കിപ്പോ ഒരു കാര്യം അറിയും, രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം എങ്ങനെയെങ്കിലും ഊരി വരും. അതുകൊണ്ടല്ലേ ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് കോടതി പറഞ്ഞത്. കോടതിക്ക് സത്യം മനസ്സിലായി. അപ്പോൾ റിനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഞങ്ങൾ കള്ളക്കേസ് കളിച്ചിട്ട് കാര്യമില്ല, കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാവും, രാഹുൽ മങ്കൂട്ടത്തിന് നീതി കിട്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ ഊരാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന റിനി. ഓക്കെ, റിനി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഓ ആണോ? ഭയക്കുന്ന വ്യക്തിയല്ലേ? പിന്നെ എന്തിനാണ് മാധ്യമത്തിന് മുമ്പിൽ വന്നത്? പൊന്നുപ്രേക്ഷകരെ, ഒരു കാര്യം പറയും. ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ അതിജീവിതന്മാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന്. പൊന്നുരിണി, നിന്നെ പൊന്നു എന്നൊന്നും വിളിക്കാൻ പറ്റൂല. ഞാൻ വിഷയം പറയുമ്പോൾ എൻ്റെ വായിന്ന് വീഴുന്നതാണ് പൊന്നു. ഈ റിണിയോട് ഞാൻ പറയുകയാണ്, ഉള്ള അതിജീവിതന്മാർക്കാണ് നീ സപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ ബിഗ് സല്യൂട്ട് തന്നേനെ. കേരളത്തിൽ എത്ര അതിജീവിതന്മാരുണ്ട്, അതായത് നീതി കിട്ടാതെ, അതായത് ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ട കേസിലൊക്കെ നീതി കിട്ടാത്ത എത്ര അതിജീവിതന്മാർ വീട്ടിലിരിപ്പുണ്ട്. ഭർത്താവിൻ്റെ തല്ല് വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ എത്രയോ സ്ത്രീകളുണ്ട്. അവർക്കൊപ്പമാണ് നീ നിൽക്കുന്നതെങ്കിൽ ഓക്കെ. ഇവിടെ ഇല്ലാത്ത കേസിനല്ലേ റിനി നീ നിൽക്കുന്നത്? ഒരു കാര്യം പറയുകയാണ്, 23-കാരി എന്ന പുതിയ ആരോപണം വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. അങ്ങനെ ഒരു പെണ്ണേ ഇല്ല എന്നാണ് കിട്ടുന്ന വിവരം. അങ്ങനെ ഒരു സാധനം രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ പറയുകയാണ്. അതായത് രണ്ടാമത് വന്ന കേസ് ഇല്ലാത്തതാണ്, എനിക്കറിയാത്തതാണെന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത്. അദ്ദേഹം അതായത് വക്കീലിനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വക്കീൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വെച്ച് തരാം. ഓക്കെ, റിനി പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട്, ആ ആള് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട്, പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്ക് എടുത്തിട്ട് ആൾ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം ഉണ്ടായത്. എൻ്റെ അപ്പൂപ്പനോട് ഒരു കാര്യം പറയുകയാണ്. അപ്പൂപ്പ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ആരാണ് രാഹുൽ മങ്കൂട്ടത്തിൽ? നിങ്ങളുടെ മകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ മകൾ കാരണം ആ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ജീവിതം ഇല്ലാതായില്ലേ അപ്പൂപ്പ? എൻ്റെ പൊന്നു അപ്പൂപ്പ, ആരായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ? അദ്ദേഹത്തിൻ്റെ ജീവിതം, കരിയർ തന്നെ ഇല്ലാതായപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെറുതെ വിടോ? തെറി വിളിക്കും, അത് നിങ്ങൾ കേൾക്കാൻ അർഹനാണ്. നിങ്ങളുടെ മകൾക്ക് രാഹുൽ മങ്കൂട്ടത്തിലുമായി എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ
പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. നിങ്ങളുടെ മകൾ അങ്ങനെയല്ല ചെയ്തത്, സോഷ്യൽ മീഡിയയിൽ കലക്കിയതാണ്, ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട്. അതാണ് നിങ്ങളുടെ മകൾ ചെയ്തത്. അതിനെ ജനങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനെ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പരാതി പറയുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന ആ മനുഷ്യനെ കുറിച്ച് ഒരിത്തിരി ഓർത്താൽ കൊള്ളാമെന്ന് അപ്പൂപ്പനോട് ഞാൻ പറയുകയാണ്. അടുത്തതായി സുജയ പാർവതിയും വക്കീലും തമ്മിൽ തല്ലുന്ന ഫോൺ സംഭാഷണമാണ്. ആരുടെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾ കമന്റ് ഇടണം, ഞാനും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ടുനോക്കാം. ഓക്കെ, ആദ്യം വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാദങ്ങൾ കോടതിയിൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. കോടതി തീരുമാനിച്ച കാര്യം ഞാൻ പറയാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ മുമ്പിൽ വളരെ വിലപ്പെട്ട പോയിന്റുകൾ അർജി ചെയ്തിട്ട് ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ കേസ് അഡ്ജേൺ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെറ്റീഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കേസ് കേട്ട് തീരുമാനിക്കാം. കേസ് കേൾക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് തന്നെ കേസ് കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു. കോടതി സമയം കൊടുത്തു. കേട്ട് തീരുമാനിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഒരാൾ കുറ്റം ചെയ്തില്ലോ എന്നുള്ളതല്ല തീരുമാനിക്കണേ. അത് ഈ കേസ് കേൾക്കേണ്ടതാണ്. കേട്ടും തീരുമാനമെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് സുജയ പാർവതി കൊടുക്കുന്ന മറുപടി ഉണ്ട്. സുജയ പാർവതി പൊട്ടത്തരം മാത്രമാണ് വിളിച്ച് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് കേട്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി താങ്കൾ സംസാരിച്ചിരുന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ഇയാൾ ഇപ്പോൾ കേരളത്തിലുള്ള MLA ആണ്. മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങളാണോ? അല്ല, MLA കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്ത് പൊട്ടത്തരമാണ് സുജയ പാർവതി നീ ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടുന്നില്ലെങ്കിൽ വക്കീലിനോടാണോ ചോദിക്കുന്നത്? കേരള പോലീസിനോടല്ലേ ചോദിക്കേണ്ടത്? വക്കീൽ, അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ് പൊന്നുപ്രേക്ഷകരെ, എന്തുകൊണ്ടാണ് നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരിക്കലും തെറ്റുകാരനല്ല. രാഹുൽ മങ്കൂട്ടത്തിനെ പോലീസ് ഒരിക്കലും അറസ്റ്റ് ചെയ്യണ്ട എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇവിടെ CPM വിചാരിച്ചത് ഹൈക്കോടതിയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൈവിടും. അപ്പോൾ എലക്ഷൻ വരുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വലിയൊരു വാർത്തയാക്കാമെന്ന്. ഇപ്പോൾ സുജയ പാർവതി അടങ്ങുന്ന CPM അടങ്ങുന്ന BJP അടങ്ങുന്ന എല്ലാവരും ഞെട്ടിലേറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതിയുടെ സപ്പോർട്ട്, അതായത് ഹൈക്കോടതിക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല. അപ്പൊ കുരുപൊട്ടുകയാണ് സുജയ്ക്ക്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം അത് തെറ്റായിട്ടുള്ള വർത്താനം പറയണതാ. നിങ്ങള് തെറ്റായിട്ടുള്ളതാണ്. ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പിറ്റേ ദിവസം അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. അതായത് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലുണ്ട്. തെറ്റായിട്ട് അത് അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നതാണ്. അറിവില്ലാതെ പറയുന്ന വാക്കാണത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളത്തിൽ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആനോ സുജയ, ആനോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. പോലീസിന് അതിന് പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും പ്രേക്ഷകരെ, നമ്മൾ കൊടുക്കുന്ന നികുതിയിലാണ് പോലീസ് സാറന്മാർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ പണിയെടുക്കണ്ടേ? അവന്മാരല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതൊക്കെ കളികളാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അതായത് 2026 എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരും. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതായത് പുറത്താക്കിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചൊക്കെ വിളിക്കും. അതൊക്കെ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ വരാനുണ്ട് വാർത്ത. അതൊക്കെ ഞാൻ വാർത്ത കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ ഇവന്മാർക്ക് ഒരു കാര്യം അറിയാം. ഇവന്മാർക്ക് കുടിക്കതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? അറസ്റ്റ് ചെയ്താൽ റിട്ടേൺ പണി കിട്ടും. 2026 കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഓക്കെ, നമുക്ക് വക്കീൽ പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. അഭിഭാഷകനായതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത്. ഒരു MLA ഒളിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ, പാലക്കാടിന്റെ ജനപ്രതിനിധി ഒളിവി പോയിട്ടില്ല. നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ് ഒളിവി പോയി. തെറ്റായിട്ടില്ല. അളവിലല്ല. അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. ഇവിടെ വക്കീൽ പറയുന്നുണ്ട് പോയിട്ടില്ല എന്ന്. അതായത് കോടതിയിലുള്ള ജഡ്ജി സാറ് ഇന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിക്ക് മുമ്പ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും. അതായത് പോലീസിനാണ് ഇവിടെ ശക്തി ഇല്ലാത്തത്. പിണറായി വിജയന്റെ എന്തുകൊണ്ടാണ് പോലീസ് ശക്തി ഇല്ലാത്തത്? പേടിച്ചിട്ടാണ്. എങ്ങനെയാണ് പേടിക്കുന്നത്? 2026 കണക്ക് പറയേണ്ടി വരും ഒന്നൊന്നിനായിട്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. യുവന്മാർക്ക് അതായത് CPM 2026 അധികാരത്തിൽ വരികയാണെങ്കിൽ കള്ളക്കേസുമായി മുന്നോട്ട് പോകാമല്ലോ, ടെൻഷൻ ഇല്ലല്ലോ. അറസ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പേടിയാണ്. മുകേഷിനും ഈ പറയുന്ന എല്ലാവർക്കും വരും മറ്റേ പോലീസും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ പേടിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പിലുണ്ട്. ഞാൻ പറയണതും കൂടി കേൾക്കൂ നിങ്ങള്. ഞാൻ പറയണത് കോടതി പോകാതെ ഞാൻ ഒളിച്ചു കിടക്കുകയാണെങ്കിൽ അബ്സ്കോണ്ടിങ് ആണ്. ഇത് ഞാൻ അന്ന് തന്നെ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ കേസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യുക? കേസ് കേട്ട് തീരുമാനിക്കണ്ടേ? ഒരു കോടതി തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്യണോ വേണ്ടിയുണ്ട്? അതിന് മുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യാം? ഇതൊക്കെ 100% ശരിയാണ് വക്കീൽ പറയുന്നത്. സുജയ ബുദ്ധി ഇല്ലാതെ ഓരോ ചോദ്യം ചോദിക്കുകയും സുജയ വിചാരിച്ചത് ഇത് മറ്റേ K. സുരേന്ദ്രൻ മറ്റേ ചർച്ചയിൽ ഇരുന്നതാണെന്ന്. K. സുരേന്ദ്രനോട് ചോദ്യം ചോദിക്കുന്നത് പോലെയല്ല വക്കീലിനോട് ചോദിക്കേണ്ടത്. ഓക്കെ സുജയ, ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. എനിക്കൊരു അവസരം വേണ്ടേ പറയാനായിട്ട്? അതൊരു നീതിയല്ലേ? എന്റെ ഭാഗം കേൾക്കാണ്ട് നിങ്ങളെ ഒരു കേസിൽ പെടുത്തിയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. ഒരു ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല. പോണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ട് പോകണം, അത് തന്നെയാണ് സുജയ നിന്റെ അസൂയ. അതായത് സുജയൊക്കെ വിചാരിച്ചത് ഹൈക്കോടതിയും രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുമെന്നാണ്.
ഹൈക്കോടതിക്ക് സത്യം മനസ്സിലായി, ഇല്ലാത്തതെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു പീഡന വീരൻ, ഒരു എക്സാമ്പിളാണ്, ഞാൻ വലിയൊരു പീഡന വീരനായ എന്നെ ഇങ്ങനെ വലിയ രീതിയിൽ അറസ്റ്റ് ചെയ്യുക, വലിയ വിവാദമാവുകയാണ്, കേസാവുകയാണ്, ഞാൻ ഒളിവിൽ പോവുകയാണ്, ഹൈക്കോടതി ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വലിയൊരു പീഡന വീരനാണെങ്കിൽ എനിക്ക് ഒരിക്കലെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് കോടതി പറയൂ. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യൂ എന്നല്ലേ കോടതി പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ അറസ്റ്റ് തൽക്കാലം ചെയ്യേണ്ട എന്ന് പറയുന്ന കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ട്, ഇതൊക്കെ കെട്ടിച്ചുമത്തിയതാണെന്ന് കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പോസിറ്റീവായി തന്നെയാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണെന്നൊക്കെ പലരും പറയുന്നു. മാഡം, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ അബ്സ്കോണ്ടിങ് പറഞ്ഞ വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് അല്ല, അങ്ങനെയാണ് ഒളിവിലാണെന്ന് SITയും സർക്കാരും പറയുന്നതാണ്. ഒളിവിലല്ല. അത് ആര് പറയണതാണെന്ന് എനിക്കറിയില്ല. കോടതിയിൽ ആരും പറഞ്ഞിട്ടില്ല ഒളിവില. അതാണ് അതായത് ഒളിവിലൊന്നുമല്ല. കേരള പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ആരാണ്. കണ്ണൂർ സ്ക്വാഡ് സിനിമ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. കേരള പോലീസിന് നല്ല പവറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിചാരിച്ചാൽ 1 മണിക്കൂറിൽ പിടിക്കാം. അതായത് ഒരിക്കലും പിടിക്കൂല, കാരണം പണി കിട്ടും. ഇത് ഉള്ളതാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതാണെങ്കിൽ ഇത് 1 മണിക്കൂറല്ല, എപ്പോഴേ പിടിച്ചേനെ. കർണാടകയിൽ DK ശിവകുമാറും ടീമും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കാൻ കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡിൽ ശരിയുള്ളത് കൊണ്ട് കർണാടക രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പോലീസിന് പേടിയാവുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കള്ളക്കേസാണ്. നാളെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. ഉള്ള കേസാണെങ്കിൽ എപ്പോഴേ അറസ്റ്റ് ചെയ്തേനെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇന്നലെ മുഖ്യമന്ത്രിയോട് അടക്കം ചോദിക്കുമ്പോഴും ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ ലോയേഴ്സിന്റെ നിയമവ്യവസ്ഥയിൽ ഒരാൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ അയാൾ കോടതിയുടെ കസ്റ്റഡിയിലാണ് അന്ന് പോലെ. കോടതി ഇന്ന് ഹാജരാവാൻ പറഞ്ഞ ഹാജരാവും, നാളെ ഹാജരാവാൻ പറഞ്ഞ ഹാജരാവും. അല്ല സുജയ, ഇവിടെ മുഖ്യമന്ത്രിയുടെ വിഷയമൊക്കെ വക്കീലിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നാണമുണ്ടോ സുജയ പാർവതി? അതായത് സുജയക്ക് വാർത്ത കൊടുക്കുക, സുജയുടെ വായിൽ നിന്ന് വാക്കുകൾ വരുന്നില്ല. സുജയ വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് തന്നെ കോടതി ശിക്ഷിക്കുമെന്നാണ്. അത്രയും വൃത്തികെട്ട വാർത്തയാണ് സുജയ കൊടുക്കുന്നത്. സുജയോട് ഒരു കാര്യം പറയുകയാണ്, ഉള്ള വാർത്ത കൊടുക്കൂ, 2 ഭാഗവും കേൾക്കൂ. സുജയ വാർത്ത കൊടുക്കുമ്പോൾ പീഡന വീടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പ്രതിയെന്ന് ഉറപ്പിക്കുകയാണ് സുജയ നിനക്കെതിരെ അല്ലെങ്കിൽ നിന്റെ വീട്ടിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ നീ മനസ്സിലാക്കും. ഓക്കെ, വാർത്ത കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും സൂക്ഷിച്ചു കൊടുത്തോ. പ്രതിയെന്ന് പറയുന്ന, അങ്ങനെയാണ് വാർത്ത കൊടുക്കേണ്ടത് കണക്കിൽ. അതായത് പ്രതിയെന്ന്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയെന്ന് ആരെങ്കിലും പറഞ്ഞില്ല. എന്തിനാണ് സുജയ? വളരെ വളരെ തെറ്റാണ്. വാർത്ത കൊടുക്കുമ്പോൾ 2 സൈഡും നോക്കി വാർത്ത കൊടുക്കണമെന്ന് സുജയോട് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പെറ്റീഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ വരും. അതാണ്, അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. വളരെ വർഷങ്ങളായിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കുക ശരിയല്ല. ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ഇന്നിപ്പോ കോടതി പറയുകയാണ് നാളെ 11 മണിക്കൂർ ഹാജരാവണം. ഞാൻ ഹാജരാവും. ഇവന്മാര് വെറുതെ റിച്ചിന് വേണ്ടി വാർത്ത കൊടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടുന്നില്ല, മുങ്ങി എന്നൊക്കെ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നിട്ട് ഞാൻ ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുള്ളൂ എന്ന് കേൾക്കും. അപ്പൊ അത് അബ്സ്കോണ്ടിങ് ആണോ? അല്ലല്ലോ. പറയേണ്ടവർ പറഞ്ഞേ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ കാണാനില്ല എന്നത് വെച്ചായിരിക്കാം ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ. അപ്പോൾ 15-ാം തീയതിയാണ് വിശദമായ വാദം നടക്കുക അല്ലേ? ശരിയായിട്ടും ഞാൻ അതിനകത്തൊന്നും ഉത്തരവാദിയില്ല. ഞാൻ അതിന് ഉത്തരം പറയാനും ആളല്ല. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം പറയുകയാണ് പൊന്നു പ്രേക്ഷകരെ, തിങ്കളാഴ്ച, ഇനി വരുന്ന തിങ്കളാഴ്ച അല്ല, പിന്നത്തെ തിങ്കളാഴ്ച ആണ് ഹൈക്കോടതി വീണ്ടും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസി ആയിട്ട് ഊരുമെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡിൽ ശരിയുണ്ടെന്ന് കോടതിക്ക് മനസ്സിലാവുമെന്നാണ്. വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ആ പെണ്ണ് ചതിച്ചത് എന്ന്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ പെണ്ണ് ചതിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ കോടതിക്ക് മനസ്സിലാവുമെന്നാണ്. വീട്ടിലൊരു ഭർത്താവിരിക്കെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഭർത്താവുള്ള കാര്യം പറയാതെ പ്രണയം നടിച്ച ആ പെണ്ണ് പറയുന്നത് തെറ്റെന്ന് കോടതിക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും പൊന്നു പ്രേക്ഷകരെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.